ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ എല്ലാവരുടെയും മുടി നരച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അത് ടെൻഷനൊക്കെ ആകുന്ന കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മളൊരു 3-4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ മുടി കംപ്ലീറ്റ് ആയിട്ട് നരച്ചു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല നമുക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മുടി കൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ ചൊറിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഒരു രീതി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ മുടി ഇല്ലാത്തവർക്ക് മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികൾ, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ, അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികൾ എല്ലാം തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കാനായിട്ട് കാരണമാവാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെമഡി തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെമ്പരത്തിപ്പൂവ് മുടി കറുപ്പിക്കാൻ എടുക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടി നല്ല തിളക്കത്തോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ മുടി തലയൊട്ടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് തലേദിവസം വിരിഞ്ഞതായിട്ടുള്ളതോ അതല്ലെങ്കിൽ നമുക്ക് മുട്ടുകളോ ഒക്കെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ പ്രാണികളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എടുക്കാം. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എത്രത്തോളം കിട്ടും അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 5-6 പൂവെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. മാത്രമല്ല നമുക്ക് പൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതെടുത്താലും മതിയായിരിക്കും കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എടുത്താലും മതിയാവും. അപ്പോൾ അതാ ഞാൻ എതിളുകളായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈലാഞ്ചി ഇലയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇല എല്ലാവർക്കും അറിയാവുന്നതാണ്. മുടി കറുപ്പിക്കാൻ നമ്മൾ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രധാനമായിട്ടും ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മളിത് ഈ ഇല എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് മൂത്ത് പോയിട്ടുള്ളതായിട്ടുള്ള ഇലകൾ നമ്മൾ എടുക്കരുത്. കുറച്ചൊരു ഇളം ഇലകൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം, തണ്ടുകളൊന്നും പെടാത്ത രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ എട്ടുകാലികളോ അല്ലെങ്കിൽ മാറാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറയാണ്. അപ്പോൾ അലോവേറ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളത് മുറിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു കറ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതിലുള്ള കറ പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ, നമ്മളിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും ഇതേപോലെ കുറച്ചൊരു വലിയ പീസായിട്ടാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കതിൻ്റെ തൊലിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. മുടി നന്നായിട്ട് വളരാനും, മുടി കൊഴിച്ചിൽ മാറാൻ, താരം പോവാനും, അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലുള്ള ആ ഒരു പൾപ്പ് മാത്രം എടുക്കാൻ വേണ്ടി സ്പൂൺ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇത് 3 ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് എടുക്കണം കേട്ടോ. അപ്പോൾ ജാറിൽ വെള്ളം ഇല്ലാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോകണ്ട, ഇതേപോലെ തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് മുടി കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുടി വളരാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. അപ്പോൾ ചായപ്പൊടി 1 ടീസ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടി നന്നായിട്ട് വളരാനും നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ ആ ഒരു ചായപ്പൊടി, അതുപോലെ തന്നെ ഈ ഉലുവയുടെ ഇതൊക്കെ അതിലേക്ക് നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം.
അതിനുശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിലുള്ള ആ ഒരു ഇലയിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കറ്റാർവാഴയിലും അതുപോലെ ഉലുവ ഇങ്ങനെയുള്ളതെല്ലാം നമുക്കതിലുള്ള ആ ഒരു എസൻസ് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു 100% റിസൾട്ട് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തികച്ചും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 1.5 കപ്പ് വെള്ളമൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊരു 1 കപ്പ് 1/4 കപ്പ് ഇങ്ങനെയുള്ള അളവിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടണം കേട്ടോ. മാത്രമല്ല നമ്മുടെ ആ ഒരു അലോവറയൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, അത് അരച്ചിട്ടൊന്നല്ല നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് നന്നായിട്ട് വെന്ത് അതിലുള്ള ആ ഒരു എസൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ട് ഇതേപോലെ ചെറിയൊരു കൊഴുത്ത രീതിയിലുള്ളൊരു വെള്ളമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലുള്ള ആ ഒരു കളറൊക്കെ ആ ഒരു മൈലാഞ്ചി ഇലയിലും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ആ ഒരു കളറൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവറയുടെയൊക്കെ അതിലേക്ക് ഇങ്ങനെ മിക്സ് ആവാതെ അങ്ങനെ അലിഞ്ഞു പോവാത്ത രീതിയിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലുള്ള ആ ഒരു കംപ്ലീറ്റ് ജ്യൂസും കിട്ടുന്നത് വരെ നമുക്കിത് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് കൂടുതൽ അളവിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമ്മളൊരു രാത്രി മുഴുവൻ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യണില്ല. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തണുത്ത് നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഓയിലൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നന്നായിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന രീതിയിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ഷാമ്പൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. മാത്രമല്ല നമ്മളിത് ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമായിട്ട് നമ്മളിത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് കുറച്ച് നാൾ തുടർച്ചയായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചെറിയ നരകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അകാല നര തടയാൻ വേണ്ടിയിട്ട്, നര വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്നൊന്നും തന്നെ നര വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് തന്നെ നീളം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മുടി കുറവുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.